ധ്രുവ് റാഠി ഈ പേര് ഒരു പക്ഷേ പലരും ഇപ്പോൾ കേൾക്കുന്നുണ്ടാവാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബ്രില്യൻ്റായ ഒരു പയ്യന് വെറും 29 വയസ്സ് മാത്രം. അദ്ദേഹം ഹരിയാനയിൽ നിന്നുള്ള ഒരു പയ്യനാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ജർമ്മനിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ ബിരുദമുള്ള ഒന്നിലധികം വ്യത്യസ്ത ബിരുദങ്ങളുള്ള ഒരു പയ്യന്. ആ ഒരു സ്കില്ല് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രയും വളരെ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഈ ഫാസിസത്തിനോട് തുറന്നടച്ച മറുപടി കൊടുക്കാൻ കഴിയുന്നൊരു പയ്യന്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫാസിസത്തിൻ്റെ ആഗമനം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്തിടെയായിട്ട് അൽ ജസീറക്ക് ഇവിടെ വിലക്കുണ്ടായി, അതേപോലെ BBC ഇവിടെ വിലക്കി, അതേപോലെ ഈ അടുത്ത സമയത്ത് ABC എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റ് ചാനൽ പോലും നിർത്തി പോകേണ്ട ഒരവസ്ഥ വന്നു. ശരിക്കേ ഇന്ത്യയിലെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്താണ് ധ്രുവ് റാഠി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അതിവിദഗ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ശൈലിയും അതേപോലെ ഏത് ഒരു കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി യുക്തിപരമായിട്ടും അതിന് മറുപടി കൊടുക്കുന്ന ഒരു പ്രത്യേക രീതി ഇന്ന് BJPയുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ധ്രുവ് റാഠി. ധ്രുവ് റാഠിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യതയും വ്യക്തതയോടും കൂടെ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു തരുന്നത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോസുകളിലൂടെയും കുറച്ചെങ്കിലും യുക്തിയുള്ള മനുഷ്യരെ വളരെ വ്യക്തമായി ചിന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുകൾക്ക് കഴിയുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പല യൂട്യൂബേഴ്സിനെ പോലെയും നിരന്തരം വീഡിയോസുകൾ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. അദ്ദേഹം കൃത്യമായ ഇടവേളകൾക്ക് ശേഷം ഒരു വ്യക്തമായ വീഡിയോസുമായിട്ട് വരുന്നു. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട്, അതേപോലെ നമ്മളെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള വലിയ വലിയ കള്ളത്തരങ്ങളെയൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കേരള സ്റ്റോറി, അത്തരത്തിൽ ഒരുപാട് കണ്ടൻറ്റുകൾ. അദ്ദേഹം ആദ്യമഘട്ടത്തിൽ ഒരു ട്രാവൽ യൂട്യൂബർ ആയിക്കൊണ്ട് കടന്നു വന്ന ആ 29കാരൻ ഇന്ന് ഫാസിസത്തിൻ്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഒരു വിധത്തിലും അദ്ദേഹത്തിനെ തകർക്കാൻ കഴിയാത്ത വിധത്തിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പഠനവും എല്ലാം ജർമ്മനിയിലായതുകൊണ്ട് ഒരു ജർമ്മനിക്കാരിയെ തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഇപ്പം അദ്ദേഹം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഈ അടുത്തിടെയായിട്ട് അദ്ദേഹം ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലെല്ലാം തുടങ്ങി. ആ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിലൂടെ അദ്ദേഹം നൽകുന്നൊരു മെസ്സേജ് BJPയുടെ ഏറ്റവും വലിയ IT സെല്ലായ BJPയെ പോലും മറികടക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ രീതിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് ഒരുപാട് ഗുണം ചെയ്യുമായിരുന്നു. BJPയുടെ IT സെൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി യുക്തിയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നോണ ഫാക്ടറിയാണ്, ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ ഈ ധ്രുവ് റാഠിക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ യുക്തിയോടെ ഇനിയും കാരണം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ശക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യത്വം നിലച്ചു പോയിരിക്കുന്ന നമ്മളെ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംഘടന പോലും ഈ അടുത്തിടെയായിട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ നമ്മോട് വിട പറഞ്ഞു. ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തന്നെ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കാരണം ഇത്രയും പ്രയാസകരമായ ഈ ഒരു ഫാസിസ്റ്റ് പ്രൊപ്പഗാൻഡ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സത്യസന്ധമായി ഓരോ കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ കഴിയുക? മണിപ്പൂരിലും അതുപോലെ BJP എവിടെയൊക്കെ ഫാസിസത്തിൻ്റെ കരങ്ങളാൽ ലഹളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടേക്കൊന്നും വിദേശ ചാനലുകൾക്ക് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഈ അടുത്തിടെയായിട്ട് ഒരു ഫ്രഞ്ച് മീഡിയ ചാനൽ പോലും നിർത്തിപ്പോവേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതിനു മുന്നേ ABC ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വളരെ പ്രയാസകരമാണെന്ന് അവർ തുറന്നടിച്ച് സംസാരിച്ചു. ഇവിടെയെല്ലാമാണ് ധ്രുവ് റാഠിയുടെ ശക്തമായ വീഡിയോകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തി. ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ശക്തിയാണ്, മതേതരത്വ വിശ്വാസിയുടെയും ശക്തിയാണ് ധ്രുവ് റാഠിയുടെ വീഡിയോകൾ നമുക്ക് നൽകുന്ന പാഠം. ഇതുപോലെ ഒരു 10 ധ്രുവ് റാഠികളുണ്ടെങ്കിൽ ഈ
രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖം വലിച്ച് പുറത്ത് കാണിച്ചു കൊടുക്കാൻ, ഫാസിസത്തിൻ്റെ മുഖം പുറത്ത് കാണിച്ചു കൊടുക്കാൻ ശക്തമായിട്ട് സാധിക്കും. അതിന് നമ്മളുടെ ഓരോരോ കരങ്ങളും നമ്മളുടെ സപ്പോർട്ടും വേണം. അതാണ് മതേതര വിശ്വാസികളുടെ സപ്പോർട്ടാണ് ഈ തരത്തിലുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വിജയം. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ വ്യൂവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കോടിക്കണക്കിന് വ്യൂവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസിനും വരുന്നത്. അതുപോലെ മില്യൺ കണക്കിന് കമൻസുകൾ. അത്രയും ആളുകൾ അദ്ദേഹത്തിൻ്റെ ചാനലുകളും യൂട്യൂബ് ചാനൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം വ്യത്യസ്ത ഭാഷകളിൽ യൂട്യൂബ് ചാനലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എടുക്കുന്ന ഓരോ വിഷയവും വളരെ ഗ്രാസ് റൂട്ടിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു വിശദമായ വീഡിയോ പ്രസൻറ്റേഷനാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വലിയ യൂട്യൂബർ എന്നുള്ള ഒരു യൂട്യൂബ് ക്രിയേറ്റിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാണുന്നത് പ്രേക്ഷകർക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ ധ്രുവറാട്ടി ചാനലിലൂടെ ലക്ഷ്യമിടുന്നത്. ജനാധിപത്യം തകരരുത്, മതേതരത്വം ഉയർത്തപ്പെടണം. ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സിനൊക്കെ ഏറെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ധ്രുവറാട്ടിയെ പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ ഇന്ന് അത്യാവശ്യമാണ്. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.